ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരലനയ്ക്കാൻ ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കും. രാജസ്ഥാൻ സന്ദർശനത്തിനിടെ പാകിസ്ഥാന് കർശന മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ ഇതുവരെ സംഭവിക്കാത്തത് ഇനി സംഭവിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു സാഹചര്യത്തിലും ഭീകരതയെ ഇന്ത്യ അനുവദിക്കില്ലെന്ന് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജയ്പൂരിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുള്ള വ്യക്തമായ സന്ദേശമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിച്ചു. ഭീകരർ ഇന്ത്യക്കാരെ ആക്രമിച്ചാൽ ശത്രുവിന്റെ വീട്ടിൽ കയറി തിരിച്ചടിക്കുമെന്നും അതിൽ അതിരുകൾ തടസ്സമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇനി നിശബ്ദത പാലിക്കുന്ന ഒരു രാജ്യമല്ലെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശത്രുവിന്റെ വീട്ടിൽ കയറി ആക്രമണങ്ങളെ നേരിടും. ഒരതിർത്തിക്കും നമ്മെ തടയാൻ കഴിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ നയം പൂർണ്ണമായും മാറിയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യ ആരെയും ആദ്യം പോയി ഉപദ്രവിക്കില്ല. എന്നാൽ ആരെങ്കിലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വന്നാൽ അവരെ വെറുതെ വിടുകയുമില്ല. ഇന്ത്യ ഇപ്പോൾ വെറുതെ ഇരുന്ന് സഹിക്കുന്ന രാജ്യമല്ല. പ്രത്യാക്രമണത്തിന് ഇന്ത്യക്ക് ലോകോത്തരമായ സൈനിക ശേഷിയുണ്ട്. ഭീകരതയോട് ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും പൗരന്മാർക്കെതിരായ ആക്രമണങ്ങൾ അനുവദിക്കില്ലെന്ന് ലോകത്തിന് വ്യക്തമാക്കി തന്നിട്ടുണ്ടെന്നും സിംഗ് ഉറപ്പിച്ചു പറഞ്ഞു. തുടക്കം മുതൽ ആരെയും പ്രകോപിപ്പിക്കരുത് എന്നതായിരുന്നു ഞങ്ങളുടെ നയം. എന്നാൽ ആരെങ്കിലും നമ്മളെ പ്രകോപിപ്പിച്ചാൽ അവരെയും ഞങ്ങൾ വെറുതെ വിടില്ല. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിക്കവേ മതത്തെക്കുറിച്ച് ചോദിച്ചതിന് ശേഷമാണ് തീവ്രവാദികൾ ആളുകളെ ലക്ഷ്യമിട്ടതെന്നും അത് ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സിംഗ് പറഞ്ഞു. ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ വിഭജനം പാടില്ലെന്ന് ഇന്ത്യൻ സംസ്കാരം പറയുന്നുണ്ട്. ഞങ്ങൾ നീതിയിലും മനുഷ്യത്വത്തിലും വിശ്വസിക്കുന്നു. എന്നാൽ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ മതം ചോദിച്ചതിന് ശേഷം ആളുകളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം രാജ്യം രോഷാകുലരാണെന്നും ഇന്ത്യയുടെ പ്രതികരണം ശത്രുവിനെ നടുക്കിയെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇനി നിശബ്ദമായി കഷ്ടപ്പെടുന്ന ഒരു രാജ്യമല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചു. ആരെങ്കിലും നമ്മുടെ പൗരന്മാരെ ആക്രമിച്ചാൽ ഞങ്ങൾ അവരുടെ വീടുകളിൽ കയറി പ്രതികരിക്കും. ഒരതിർത്തിക്കും ഞങ്ങളെ തടയാൻ കഴിയില്ല. സമീപ വർഷങ്ങളിലെ ഇന്ത്യയുടെ സൈനിക നടപടികളെ എടുത്തു കാണിച്ചുകൊണ്ട് 2016 സർജിക്കൽ സ്ട്രൈക്കുകൾ, 2019 ബാലാകോട്ട് വ്യോമാക്രമണം, ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയിലൂടെ സായുധസേന അസാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചുവെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പറഞ്ഞു. റാവു ദുഡയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രജപുത്ര ഭരണാധികാരി രാജസ്ഥാന് അഭിമാനം നൽകുന്ന ധീരതയുടെയും ആത്മാഭിമാനത്തിന്റെയും ഒരു പാരമ്പര്യം സ്ഥാപിച്ചുവെന്നും ശർമ്മ പറഞ്ഞു. അത്തരം വീരന്മാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രാജസ്ഥാന്റെ പൈതൃകം ഭാവി തലമുറകൾക്ക് കൈമാറാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പിന്നീട് ജോധ്പൂരിൽ മുൻ ഉപരാഷ്ട്രപതി ഭൈരോൺ സിംഗ് ഷെഖാവത്തിന്റെ പ്രതിമ സിംഗ് അനാച്ഛാദനം ചെയ്തു. ഷെഖാവത്തിന്റെ നാഴികക്കല്ലായ സംരംഭങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അന്ത്യോദയ പദ്ധതി അവതരിപ്പിച്ചു. ദരിദ്ര കുടുംബങ്ങളെ ഉന്നമിപ്പിക്കാനും വികസനം അവസാന വ്യക്തിയിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഉദ്ദേശിച്ചായിരുന്നു അത്. അന്ന് പദ്ധതി ആഗോളതലത്തിൽ പ്രശംസ നേടിയെന്നും പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ കുറിച്ച് പരാമർശിക്കവേ ഷെഖാവത്ത് വളരെ കാലമായി ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിനു വേണ്ടി വാദിച്ചിരുന്നതായും സിംഗ് വ്യക്തമാക്കി. ഒരേ സമയം വോട്ടെടുപ്പുകൾ പൊതുവിഭവങ്ങൾ ലാഭിക്കുമെന്നും ഭരണപരമായ തടസ്സങ്ങൾ കുറയ്ക്കുമെന്നും സർക്കാരുകൾ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുമെന്നും അദ്ദേഹം വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.